നമസ്കാരം. നമ്മള് കഴിഞ്ഞ വീഡിയോ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാം കേട്ടോ. നമ്മള് കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇന്നൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോണ കാര്യമാണ്. അപ്പോൾ പിള്ളേരെല്ലാവരും കിടന്നുറങ്ങാണ്. ബർത്ത്ഡേ പാർട്ടിക്ക് പോകണം നമുക്ക്. പക്ഷെ ഇതുവരെ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല. കാരണം ഇന്നത്തെ ദിവസം മുഴുവൻ ഡാൻസും പരിപാടിയായിട്ട് തിരക്കായിരുന്നു. അപ്പൊ ഇപ്പൊ അവര് ഇനിറ്റ് വരുമ്പോഴേക്കും നമ്മൾക്ക് പാർട്ടിയിലേക്ക് എത്താനുള്ള സമയം വൈകും. അപ്പൊ അവര് ഉറങ്ങി കിടക്കുമ്പോ നമ്മൾ പോയി വിചാരിച്ചു ഗിഫ്റ്റ് വാങ്ങിയിട്ട് വരാന്ന്. വീട്ടിൽ നിന്ന് ചാടി തൊട്ടടുത്ത് തന്നെ സെൻട്രൽ പോയിന്റ് ഉള്ള കാരണം സൗകര്യമാണ്. 2 അടി വെച്ച സെൻട്രൽ പോയിന്റ് ആയി. അവിടെ പോയിട്ട് നമുക്ക് സാധനങ്ങൾ പെട്ടെന്ന് വാങ്ങി വരാം. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടാ, ഇന്ന് വെള്ളിയാഴ്ച കാരണം തിരക്കാവും. അപ്പൊ നമ്മള് ഈ പെയർ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഒരു ടീഷർട്ടും ട്രൗസറും, അങ്ങനത്തെ 2 എണ്ണം, ഒരു മാർവലും ഒരു മിക്കി മൗസും. ഓക്കെ. പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് സമയമല്ല. അവരവിടെ ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അവർ ഉറങ്ങി നിൽക്കണേക്കാൾ മുമ്പ് നമുക്ക് വീട്ടിലെത്തും വേണം. അപ്പോൾ സെലക്ട് ചെയ്ത് നിൽക്കാൻ സമയമല്ല. ഇവിടെ ഒരു ടെന്റ് ഉണ്ട് കേട്ടോ, പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. ഒരു LED ടെന്റ്. അപ്പോൾ LED കത്തുമില്ലെന്നൊന്നും നോക്കാനുള്ള സമയം നമുക്കില്ല. ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വീട്ടിലെത്തണം. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ നമ്മുടെ ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. നമ്മൾ അടിപൊളിയായി ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്തു. നമ്മുടെ ലോഗോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, സ്റ്റാർ സ്ക്രീൻ്റെ. ഒരെണ്ണം ഇവിടെ ഉണ്ട്. ഒരു പാക്കറ്റ് കൂടി ഇല്ലേ? ഡ്രസ്സിന്റെ സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി പിള്ളേര് ഉണർന്നേക്കാൾ മുമ്പ് നമുക്ക് വീട്ടിലെത്തണം. ഉണർന്നുണ്ടാവോ ഒരു ഇല്ല? ഉണർന്നിട്ടുണ്ടാവില്ല എന്നാണ് വിശ്വാസം. പോയി നോക്കാം. എല്ലാവരും നല്ല ഉറക്കാട്ട്. ആരും ഇട്ടിട്ടില്ല അതുവരെ. ഇല്ല, ആരും എനിക്കിട്ടില്ല. എല്ലാവരും നല്ല ഉറക്കം. ഡേയ് എനിക്കടേ. അപ്പൊ എല്ലാവരും എല്ലാവരും ഉറക്കത്തിന് വിളിച്ചുണർത്തി. എല്ലാവർക്കും ഉറക്കത്തിന്റെ ക്ഷീണമുണ്ട്. എന്തായാലും നമ്മളിപ്പോ ഇറങ്ങാണ്. ഒരുപാട് ലേറ്റ് ആയി. നമ്മൾക്ക് എന്താ പറയാ, ബർത്ത്ഡേ പാർട്ടിക്ക് എത്രനാളും മുന്നേ നമ്മുടെ ഒരു കൂട്ടായ്മ ഉണ്ട്. അവിടെ ഒന്ന് കയറി മുഖം കാണിച്ചിട്ട് വേണം പോവാൻ. എല്ലാം കൊണ്ടും ചെക്കപ്പൊക്കെയാണ്. സമയം എന്ന് പറയുന്ന സാധനമില്ല. ഒരുപാട് ലേറ്റായി. ഇനി ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഓരോരുത്തരുടെ വായിലിരിക്കണ മുഴുവൻ കേൾക്കേണ്ടി വരും. എന്തായാലും നേരം കളയാതെ പെട്ടെന്ന് പോകാൻ നോക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഓഫ് കൊച്ചിനിൽ വെച്ചിട്ടാണ് നമ്മൾ കാണാന്ന് പറഞ്ഞിരിക്കുന്നത്. 6:30 കാണാന്ന് പറഞ്ഞിട്ടോ. സമയം ഇപ്പം 8:15 കഴിഞ്ഞു. എന്തായാലും പോയി നോക്കാം. അവിടെ അവരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു ഹായ് ഹലോ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ ചാടി. നമ്മൾക്ക് ഇനി അസൈബയിൽ എത്തണം. നമ്മൾ ഒരുപാട് ലേറ്റായി. എന്തായാലും നമ്മൾ ഇനി അസൈബയിൽ എത്തിയിട്ട് വരാം. അവസാനം നമ്മുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന സ്ഥലത്തെത്തി. നമ്മുടെ അസൈബയിലുള്ള MRIയിൽ വെച്ചിട്ടാണ് നമ്മുടെ അന്നത്തെ പരിപാടി. 8 മണി 7:30 to 8 ഉള്ളിൽ എത്താൻ പറഞ്ഞാണ് നമ്മളോട്. സമയം 8:45 കഴിഞ്ഞു. അവിടെ എല്ലാവരും പരിപാടിയും കഴിഞ്ഞ് പോയിണ്ടാവുമെന്നാണ് ഇപ്പൊ നമ്മുടെ സംശയം. എന്തായാലും ഉള്ളിൽ കയറി നോക്കാം. നമ്മള് ഉള്ളിൽ കയറിയതാ ഫുൾ ടീമോടെ ഉണ്ട് കേട്ടോ. അവിടെ എത്തിയിട്ട് കൊടുക്ക. അവിടെ എത്തിയിട്ട് കൊടുത്താ പോരെ? ഇപ്പൊ തന്നെ കൊടുത്തോ? എന്റെ ദൈവമേ, ഒരു സദ്യ ഉണ്ടെന്ന് പറഞ്ഞ, എന്തെങ്കിലും ഒരു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലല്ല. സലാം അലൈക്കും. പിറന്നാൾ കുട്ടിയുടെ അച്ഛ അത് വീഡിയോ നിങ്ങളൊക്കെ വിറ്റ് കാശാക്കാൻ പറ്റും നോക്കട്ടെ. ഇതാ നമ്മുടെ ഡാൻസ് കണ്ടോണ്ടിരിക്കുന്ന നമ്മുടെ ആരാധകർ കാണൂ. അല്ല നോക്കൂ. നമ്മുടെ അല്ല, നിങ്ങള് വരായിരുന്നു മോശമായിട്ടാ. അതെന്താ നിങ്ങൾ ഷോപ്പിങ്ങിന് നടക്കാറുന്നില്ലേ? വേറെ ഒന്നുമില്ലല്ലോ. ഞാൻ വന്നു. ആയിക്കോട്ടെ, ഇവിടെയും സന്തോഷം. അതെന്തിനാ? നമ്മളങ്ങോട്ട് എത്തുമല്ലോ. അതാണ് ഇത്. MRIയിൽ അടുത്ത ആഴ്ചയും ബുക്ക്ഡാണ്. ഇന്ന് ഫസ്റ്റ് കിട്ടി. എന്റെ അറിഞ്ഞില്ല. അല്ലേ? ഇന്നത്തെ എന്റെ ചെലവ് എപ്പോഴാ? അല്ലല്ല, അതില്ല. അതില് ക്ലബ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് കൊടുത്ത ഗിഫ്റ്റ് ഞങ്ങൾ തിരിച്ചുകൊണ്ടോ? അല്ല, അടുത്ത ആഴ്ചക്ക് കേക്ക് വേണമെന്നില്ല, ഫുഡ് മാത്രം. അല്ല, ഈ അടുത്ത ആഴ്ച വെച്ചുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? കുറെ നേരത്തെ വന്നിരിക്കണവരൊന്നും ഉണ്ടാവില്ല.
അങ്ങനെ ഒരു സമാധാനം ഉണ്ട്. എന്താണപ്പ അത്? നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ കംപ്ലൈന്റ് പറയണ കേട്ടില്ലേ? നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടെങ്കിൽ അടുത്ത വർഷം തൊട്ട് ഇതൊക്കെ ഓർത്തിരിക്കണം. ഒന്നുമില്ലാതെ തുടങ്ങിയിട്ട് വലിയ നിലയിലേക്ക് അതൊന്നും ഇടില്ലാട്ടാ. നമ്മളീ കുറ്റം പറയണ കാര്യങ്ങളൊക്കെ ഉള്ളൂ, അല്ല നമ്മൾ ഈ കുറ്റം കുന്നായ്മയൊക്കെ ഉണ്ടല്ലോ, നല്ല കാര്യങ്ങളൊന്നും ഇടില്ല. ആ കേക്ക് വന്നിട്ടുണ്ട്. കേക്കിന്റെ മുമ്പിൽ ഇതാ എല്ലാ പിള്ളേരും എന്താ പ്രദക്ഷിണം വെച്ച് വെക്കണ്ട കേട്ടോ. ആ രണ്ടാൾക്ക് ഓരോ സ്പൈഡർമാനോ പോരിക്കും നമ്മള്. കണ്ടോ മിനി ചോക്ലേറ്റ് എല്ലാരും വീതം വെച്ചാ ചോക്ലേറ്റ് കേക്ക്. ഇപ്പൊ തന്നെ കേക്ക് വീതം വെച്ച് കഴിഞ്ഞു കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളി സ്പൈഡർമാൻ കേക്കാണ്. എന്താ ആ ബോൾ ആരാ കണ്ണു വെച്ചിരിക്കണേ? ബോൾ തനിക്കാണോ? അച്ഛൻ തുടരുത്. ഇതാട്ടോ നമ്മുടെ ചെറിയ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. സ്റ്റാർട്ട്. ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഡിയർ റിതു ഹാപ്പി ബർത്ത്ഡേ ടു യു. ഫോട്ടോയ്ക്ക് വേണ്ടി കൊടുക്കൂ. അതല്ല, കുട്ടി മാറി. അതാ കുട്ടി. അപ്പൊ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു, കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അടുത്തത് നമ്മുടെ മെയിൻ പരിപാടിയായ ഭക്ഷണത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇതാ നമ്മളൊരു 10-25 ആൾക്കാരുണ്ട്. എല്ലാവരും എന്താ ഇവിടെ അങ്ങോട്ട് നിരന്നിരിക്കുകയാണ്. അടിപൊളി. സുദർശനാണെങ്കിൽ പിന്നെ എല്ലാ സാധനവും ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ, മട്ടൺ, ബീഫ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. MRAയുടെ ഫുഡിന്റെ ടേസ്റ്റ് ആണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ താജ് പ്ലേസ് അവിടെ ശോഭിച്ചു വരുന്നില്ലല്ലോ, എന്ത് പറ്റി? നിർത്തിയോ? അങ്ങനെ നമ്മള് ഫുഡും പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. ഇനിയിപ്പം മധുരത്തിലേക്ക് കിടക്കുകയാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, സംഭവം തകർത്തു. അപ്പൊ അല്ല, ഗ്രൂപ്പ് ഫോട്ടോയോടുകൂടി ഒരു പരിപാടി അവസാനിപ്പിക്കുകയാണ്. സുദർശ ബാറ്റൻ കൈമാറുന്ന ചടങ്ങ് കൈമാറ. ഞാൻ വന്നിട്ടില്ല. ഞാൻ വിടല്ലേ, ഞാൻ വീഡിയോ എടുത്ത് അവസാനിപ്പിക്കാം. അവസാനിപ്പിച്ചു പോവാം. അഭിലാഷിന്റെ കത്തിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലൈക്ക് അടിക്കൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ബെല്ലടിക്കാൻ അടിച്ചു പൊട്ടിക്കോ. അപ്പൊ അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഇതാ പിള്ളേരൊക്കെ ഡ്രസ്സ് മാറാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഒരു അടിപൊളി ദിവസമായിരുന്നു, എല്ലാരും കൂടി തകർത്തു. അപ്പൊ വീണ്ടും നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.